ഹായ് സ്റ്റുഡൻസ്, സയൻസ് ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ വന്നിരിക്കുന്ന പോളിടെക്നിക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫൈനൽ ഇയർ കുട്ടികൾക്കും പോളിടെക്നിക് കംപ്ലീറ്റ് ആയ കുട്ടികൾക്ക് അതുപോലെ തന്നെ BSc മാത്സ് പഠിച്ച കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു എൻട്രൻസ് എക്സാം ആണ് ബിടെക് ലെറ്റ് എക്സാം എന്ന് പറയുന്നത്. ഈ ബിടെക് ലെറ്റ് എക്സാം വഴി നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിന്റെ സെക്കൻഡ് ഇയർ, അതായത് മൂന്നാമത്തെ സെമസ്റ്ററിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു എൻട്രൻസ് എക്സാം ആണ് ബിടെക് ലെറ്റ് എക്സാം എന്ന് പറയുന്നത്. പലരുടെയും ഡൗട്ടായിരുന്നു എന്താണ് ഈ ബിടെക് ലെറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ബിടെക് ലെറ്റ് അപ്ലൈ ചെയ്യുന്നുള്ള ഗുണങ്ങൾ എന്തൊക്കെ ഗുണങ്ങളാണ് ഈ ബിടെക് ലെറ്റ് എക്സാം എഴുതിയാൽ നമുക്ക് കിട്ടുന്നത്, അതുമായി ബന്ധപ്പെട്ട കുറച്ചധികം ഡൗട്ട്സ് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതിനായിരുന്നു ഈ ഒരു വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ബിടെക് ലെറ്റ് എക്സാം നോക്കുന്ന, അല്ലെങ്കിൽ പോളിടെക്നിക് ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ എന്താണ് ബിടെക് ലെറ്റ് എക്സാം എന്ന് പറഞ്ഞായിരുന്നു. ഈ ബിടെക് ലെറ്റ് എക്സാം വഴി നിങ്ങളിപ്പോൾ നിലവിൽ ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സോ കമ്പ്യൂട്ടറോ മെക്കാനിക്കലോ ഏതൊരു ഡിപ്പാർട്ട്മെന്റോ ആയിക്കോട്ടെ, നിങ്ങൾ ബിടെക്കിന്റെ ലെറ്റ് എക്സാം വഴി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് എഞ്ചിനീയറിംഗിന് നിങ്ങൾക്ക് മൂന്നാമത്തെ സെമസ്റ്റർ മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അതാണ്. മാത്രമല്ല, കേരളത്തിലെ 9 എഞ്ചിനീയറിംഗ് കോളേജ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, 3 എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജും ഏകദേശം ഒരു 140ഓളം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകളുമുണ്ട്. അതിനകത്ത് തന്നെ IHRDയുടെയും KPD എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഈ കോളേജുകളിലെല്ലാം തന്നെ അഡ്മിഷൻ കിട്ടുന്നത് ഈ ബിടെക്കിന്റെ ഈ ലെറ്റ് എക്സാം വഴിയാണ്. ഈ ബിടെക് ലെറ്റ് എക്സാം എഴുതുന്ന ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഗ്രാൻഡോട് കൂടി, നിങ്ങൾക്ക് നിലവിൽ ഈ ഗ്രാൻഡ്സ് പോളിടെക്നിക് കിട്ടും, അപ്പോൾ ഈ ഗ്രാൻഡ്സ് കിട്ടുക, അതുപോലുള്ള സ്കോളർഷിപ്പുകളെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുകയും ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ലെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട LBSന്റെ സൈറ്റ് ത്രൂ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത്. അതിന്റെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 1000 രൂപയാണ് ജനറൽ കാറ്റഗറിക്കാർക്ക്, അതുപോലെ തന്നെ 500 രൂപയാണ് റിസർവേഷൻ കാറ്റഗറിക്കാർക്ക്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുക, ഒരു ഫോൺ നമ്പർ, ഒരു മെയിൽ ID വെച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ഫീ പേയ്മെന്റ് ആണ്. ഫീ പേയ്മെന്റ് കഴിഞ്ഞാൽ നിങ്ങളെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. നമ്മൾ അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാനായിട്ട് വരും. അതിനു മുമ്പേ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏതാണോ കാസ്റ്റ്, അതിന്റെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ബാക്കി ഇതുമായി വേണ്ട ഡേറ്റാസ് നിങ്ങൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. നിങ്ങൾ ഫൈനൽ ഇയർ പോളിടെക്നിക് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ SLC സർട്ടിഫിക്കറ്റിന്റെ കോപ്പി കോളേജിൽ നിന്ന് എടുക്കുക. അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങുക, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങുക, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെയുള്ള EWS സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ വാങ്ങുക. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓരോ സർട്ടിഫിക്കറ്റും വാലിഡിറ്റി ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സർട്ടിഫിക്കറ്റും 1 വർഷമാണ്. കഴിഞ്ഞ വർഷം എടുത്ത സർട്ടിഫിക്കറ്റുകൾ പരമാവധി ഇപ്രാവശ്യം കൊടുക്കാതിരിക്കുക. പല കുട്ടികളും വിളിച്ചായിരുന്നു, 1 മാസം കൂടെ വാലിഡിറ്റി ഉണ്ട്, അടുത്ത മാസം അതായത് ജൂണിൽ അവസാനിക്കുന്നു, അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാമോ? ഒരിക്കലും കൊടുക്കരുത്. ഏകദേശം നമുക്കൊരു സെപ്റ്റംബർ വരെ വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കാവൂ. അപ്പോൾ നമ്മൾ ഇൻ കേസ് ജൂലൈയിൽ തീരുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ അഡ്മിഷൻ സമയത്തേക്ക് കൊണ്ടുപോകുമ്പോഴേക്ക് എന്ത് ചെയ്യും, അതിന്റെ വാലിഡിറ്റി കഴിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഇങ്ങനെ എന്ത് ചെയ്ത് കൊടുക്കരുത്. കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റാസ് കൊടുക്കുക. ഏകദേശം അപ്ലൈ ചെയ്യാനായിട്ട് ജൂൺ 16 വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്, തെറ്റിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജുകളൊക്കെ ചൂസ് ചെയ്യുന്നത് പിന്നെയാണ്. വെറും എൻട്രൻസ് എക്സാം, നിങ്ങൾ ഏത് ജില്ലയിൽ എക്സാം എഴുതുന്നത് എന്നുള്ളത്. കേരളത്തിലെ 14 ജില്ലയിലും ബിടെക്കിന്റെ ലെറ്റ് എക്സാം എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ബിടെക്കിന്റെ ലെറ്റ് എക്സാമിന്റെ ഒരു ബേസിക് ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, നേരത്തെ ഞാൻ പറയും, 1200ഓളം ഗവൺമെന്റ് സീറ്റുകൾ കേരളത്തിൽ എല്ലാ കോളേജും 9 കോളേജുകളിൽ 3 എയ്ഡഡ് കോളേജ് ഉൾപ്പെടെ ഉണ്ട്. അപ്പം അത് 10% സീറ്റാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാം, നിങ്ങളും +2 കഴിഞ്ഞു പോളിടെക്നിക്കിന് ലാറ്ററൽ എൻട്രി കയറി 6% സീറ്റ്, അല്ലെങ്കിൽ ലാബ്സ് സീറ്റുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് 120 കുട്ടികൾ പഠിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റോടെ അവിടെ 12 സീറ്റ് ഉണ്ടാവും. ഇൻ കേസ് ലാബ് സീറ്റ് ഉണ്ടെങ്കിൽ ലാബ് സീറ്റ് ഉൾപ്പെടെ ഏകദേശം അവിടെ 12ഓളം സീറ്റ് ഉണ്ട്. അങ്ങനെ ഏകദേശം 1200ഓളം സീറ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടെ ആയിട്ടും വരുന്നത്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റും എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് മാർക്ക് വരുന്നത്. അപ്പം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് ഒക്കെ ഉള്ളവർ നല്ല റാങ്ക് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾ പഠിക്കുന്ന കോളേജുകളിൽ കിട്ടത്തുള്ളൂ. ഒരു മാർക്ക് എത്ര എന്നായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ കമന്റ് വരുന്നത്. ഈ കമന്റ്
ഏറ്റവും കൂടുതൽ സേഫ് സോൺ എന്ന് പറയുന്ന 70 മാർക്കിന് മുകളിലോട്ട് നിങ്ങൾ സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഒരു റാങ്ക് എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് മാർക്ക് എന്ന് പറയുന്നത് 120 മാർക്കാണ് നമുക്ക് വരുന്നത്. OMR എക്സാം ആണ് വരുന്നത്. കേരളത്തിൽ എല്ലാ ജില്ലകളിലും എക്സാമിന്റെ സെന്റർ ഉണ്ടായിരിക്കും. 2 മണിക്കൂർ പരീക്ഷയാണ്. ഇതിനകത്ത് 8 സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഇൻസ്റ്റാ പേജിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പോളിറ്റി ബിടെക് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ബാങ്ക്, ഈ ബുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പേര് വാങ്ങിയിട്ടുള്ള ഒരു ബുക്കാണ്. പോളിയിലെ ഒരു സ്റ്റേറ്റ് വൈസ് എല്ലാ കുട്ടികളും യൂസ് ചെയ്യുന്ന ഒരു ബുക്കാണ് പോളിറ്റി ബിടെക് എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഉൾപ്പെടെ 3 സെറ്റ് 2021, 22, 23 വർഷത്തെ 3 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതിന്റെ ആൻസേഴ്സും മാത്രമല്ല 8 സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ 2200 പ്ലസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ബുക്കിൽ ഉൾപ്പെടുത്തിയത്. ഈ ഒരു ബുക്ക് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് ഇതിനകത്തുള്ള നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. കൂടുതൽ ഡീറ്റെയിൽ ഇൻസ്റ്റാ പേജിലുണ്ട്. അപ്പോൾ ആ ഇൻസ്റ്റാ പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോസും മറ്റു വിവരങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടുകയും ചെയ്യും. അപ്പം എക്സാമിന്റെ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് മാത്സ് 20 മാർക്കിനാണ്, ഇംഗ്ലീഷ് 10 മാർക്ക്, അതുപോലെ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ 15 മാർക്ക്, അങ്ങനെ 120 മാർക്കിന്റെ പരീക്ഷയാണ് നടക്കുന്നത്. നിലവിൽ നെഗറ്റീവ് മാർക്ക് ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം. നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു റാങ്ക് വാങ്ങി നിങ്ങൾക്ക് ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജ് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും. നിങ്ങൾ പോളിടെക്നിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഒരുപക്ഷെ കിട്ടി കാണത്തില്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ഒരു ഡൗട്ടിന് വേറെ ഡിപ്പാർട്ട്മെന്റ് മാറാൻ പറ്റുമോ? ഉറപ്പായിട്ട് മാറാനായിട്ട് പറ്റും. ബിടെക്കിന്റെ ഈ ഒരു എൻട്രൻസ് എക്സാം വഴി നിങ്ങൾക്ക് മാറാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് എന്ന് പറയുന്നത് lbs.gov.in എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ സൈറ്റ് വഴിയായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 25-ന് ശേഷം നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്ത് തുടങ്ങുക. അപ്പോഴേക്കും നമ്മൾ ആ ഒരു ട്രാഫിക് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. മാത്രമല്ല 10-ാം തീയതിക്ക് മുന്നേ എല്ലാ കുട്ടികളും ലെറ്റിന്റെ അപ്ലൈ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾമോസ്റ്റ് ഒരു സപ്ലൈ ഉണ്ട്. ഇനി അടുത്തൊരു ഡൗട്ട്, സപ്ലൈ ഉണ്ട് എന്ത് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾക്ക് സപ്ലൈ ഉണ്ട്, അതായത് 3ാമത്തെ സെമ്മിലും അതുപോലെ തന്നെ 3ാമത്തെ സെമ്മിൽ സപ്ലൈ മാത്രമേ ഇപ്രാവശ്യം എഴുതാൻ പറ്റാതെ ഉണ്ടായിരുന്നുള്ളൂ. 1ാമത്തെ 3ാമത്തെ സെമ്മിന്റെ സപ്ലൈ മാത്രമേ ഇപ്രാവശ്യം എഴുതാൻ പറ്റാതെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ സെമ്മില് നിങ്ങൾ ഇൻകേസ് സപ്ലൈ ഉള്ളവർ എഴുതിയിട്ടുണ്ട്. അപ്പം സപ്ലൈ എഴുതിയിട്ടുള്ള കുട്ടികൾ സപ്ലൈ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് എക്സാം എഴുതാതിരിക്കേണ്ട. നിങ്ങൾക്ക് എക്സാം അപ്ലൈ ചെയ്യാം. നിങ്ങൾ പാസ്സാകുന്ന സമയത്ത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ പാസ്സായിരുന്നാൽ മതി. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്താൽ മതി, ഹാജരാക്കിയാൽ മതി. ഇനി അടുത്തൊരു ഡൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ ഇയർ ആയ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. നിങ്ങൾ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് മതി. നിങ്ങൾ 2023 നിങ്ങൾ പാസ് ഔട്ട് സ്റ്റുഡൻസ് ആണ്, സപ്ലൈ ഉണ്ടായിരുന്നു, നമ്മൾ കോളേജിൽ നിന്ന് എന്തെങ്കിലും പേപ്പർ വാങ്ങണമോ വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യാം, സെമസ്റ്ററിന്റെ ഹാൾ ടിക്കറ്റ് മതിയാകും. നിങ്ങൾ അക്കാഡമിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഉറപ്പായിട്ട് എല്ലാ കമന്റ്സിനും നിങ്ങൾ എന്ത് ചെയ്യുക, അറിയാവുന്ന കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമ്മുടെ സയൻസ് ടെക്കിന്റെ ലെറ്റിന്റെ കോച്ചിങ് നമ്മുടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൽ തന്നെ നിങ്ങൾ പ്ലേ ലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ക്വസ്റ്റ്യൻസിനെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ക്ലാസും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ബുക്കിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തൊരു വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു.